ഹലോ! എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് നമ്മള് 2 വെറൈറ്റി ആയിട്ടാണ് ട്ടോ ഉണ്ടാക്കുന്നത്. ഇത് 2ന്റെയും കോമ്പിനേഷൻ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു റൈസ് ഉണ്ടാക്കുന്നത്. കോവയ്ക്ക വെച്ചിട്ടൊരു സാദോന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇവിടെ തമിഴ്നാട് ഒരു ചേച്ചിയുടെ റെസിപ്പി കണ്ടിട്ട് ഞാൻ ഉണ്ടാക്കി നോക്കിയതാണ്. പക്ഷേ അടിപൊളി ടേസ്റ്റാണ് ട്ടോ. നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ഈ റെസിപ്പി ഉണ്ടാക്കുന്നത്. പക്ഷേ നിങ്ങൾ എപ്പോഴും ഉണ്ടാക്കും ഈ റൈസ് ഉറപ്പായിട്ടും. ആദ്യം തന്നെ ഫ്രൈ പാനിലോട്ട് കുറച്ച് മല്ലി ഇടുക. പിന്നെ മസാല കപ്പലണ്ടി ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കുക. കുറച്ച് കുരുമുളക്, കുറച്ച് ഉഴുന്ന് പരിപ്പ്, പിന്നെ സാദാ പരിപ്പുണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്ത് 4 വറ്റൽമുളകും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കരിഞ്ഞു പോകാതെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ആ മസാല കപ്പലണ്ടി ചേർക്കുമ്പോൾ നല്ലൊരു പ്രത്യേക സ്വാദാണ് കേട്ടോ. അപ്പോൾ മസാല കപ്പലണ്ടി തന്നെ ചേർക്കുക. അത് കിട്ടിയില്ലെങ്കിൽ സാദാ കപ്പലണ്ടി ചേർത്താലും മതിയാവും. എന്നിട്ട് നമ്മളൊരു മിക്സിയിലോട്ട് അതൊന്ന് തണുത്തതിന് ശേഷം പൊടിച്ചെടുക്കണം. ഒരുപാട് പൊടിഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല. എന്നാലും ഒരു ഏകദേശം പൊടിഞ്ഞ് വരണം. എന്നിട്ട് നമ്മൾ അതേ ആ ഫ്രൈ പാനിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് സവോള ഇട്ട് കൊടുക്കുക. സവോള ഇട്ടതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും നമ്മുടെ ഒരു 5, 6 കോവയ്ക്ക ഉണ്ടല്ലോ, അത് കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് അതിൻ്റെ കൂടെ ഇട്ടൊന്ന് വേവിച്ചെടുക്കണം. കുഞ്ഞായിട്ട് അരിയുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. എന്നിട്ട് അടച്ച് വെച്ചൊന്ന് വേവിക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ആ പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതായത് ആ കോവയ്ക്കയിലൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അത് നന്നായിട്ടൊന്ന് വഴഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മൾ റൈസ് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഏത് റൈസായാലും കുഴപ്പമില്ല. എന്നിട്ട് ആ റൈസ് വേവിച്ച് വെച്ചത് അതിൻ്റെ കൂടെയിട്ട് മിക്സ് ചെയ്തെടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. നിങ്ങൾ ഒരു വട്ടം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ശരിക്കും നിങ്ങളിത് ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ ഫ്രൈഡ് റൈസും മന്തിയും ബിരിയാണിയൊക്കെ കഴിച്ച് മടുത്തിരിക്കുന്ന സമയത്ത് ഒരു വെറൈറ്റി ആയിട്ട് ഇപ്പോൾ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുവാണ്, പെട്ടെന്നൊന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് കേട്ടോ. അവർക്ക് ഏറ്റവും നല്ല ഫ്ലേവർഫുള്ളും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റൈസാണ്. സാദോ എന്ന് പറയും. അവർ കോവയ്ക്ക സാദം എന്നാണ് ആ വീഡിയോയിൽ ഞാൻ കണ്ടിട്ട് ചെയ്തപ്പം ആ ചേച്ചി പറഞ്ഞത് കോവയ്ക്ക സാദം എന്നാണ്. നമ്മുടെ തമിഴ്നാട്ടിലെ എല്ലാ റൈസും ഇങ്ങനെ ഉണ്ടാക്കുന്നതിന് സാദമാണ്. തക്കാളി സാദം, തൈര് സാദം അങ്ങനെയാണ് പറയുന്നത്. അപ്പം നമ്മുടെ സാദം റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മളൊരു സ്പെഷ്യൽ ഫിഷ് ഫ്രൈയുടെ മസാലയാണ് ഇത്. അപ്പം ഈ മസാല നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. നമ്മുടെ സീഡി ഇല്ലേ, കുറിച്ചി, നിങ്ങളുടെ അവിടെയൊക്കെ എന്താ ആ മീനിൻ്റെ പേരെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതാണ് സീഡി. ഞങ്ങളുടെ ഇവിടെ സീഡി എന്നാണ് പറയുന്നത്. നിങ്ങളുടെ അവിടെയൊക്കെ എന്താ പറയുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ ഞാനൊരു 4 എണ്ണം നല്ല വെട്ടിയിട്ട് നല്ല ക്ലീൻ ചെയ്ത് ഒന്ന് വരഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മസാല ചേർക്കുന്നത് സ്പെഷ്യൽ മസാലയാണ് കേട്ടോ. ഇനി നമുക്ക് ആ സ്പെഷ്യൽ മസാല എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ മുളക് പൊടി ഇടുക. മുളക് പൊടി മസ്റ്റായിട്ട് ഇടുക. എരിവിന് മുളക് പൊടി ആവശ്യത്തിന് മീനിൻ്റെ അളവിനനുസരിച്ച് ഇടുക. പിന്നെ ആവശ്യത്തിന് ഉപ്പിടുക. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. അടുത്തതായിട്ട് കുരുമുളക് ചേർക്കണം കേട്ടോ. കുരുമുളക് മീൻ വറുക്കുന്നതിന് ഒന്നിലും മിസ്സാവല്ലേ. പിന്നെ കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയുള്ളി ഉണ്ടല്ലോ, ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ തേങ്ങാപ്പീര. തേങ്ങാപ്പീര ഇട്ടിട്ട് ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ടാണ് തേങ്ങാപ്പീര അങ്ങനെ ഇരിക്കുന്നത്. എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പെല്ലാം നന്നായിട്ട് പിടിക്കുന്ന പോലെ നന്നായിട്ട് കൈകൊണ്ട് തന്നെ ദാ ഈ ഒരു പരുവത്തിൽ ഇളക്കി വെച്ചതിന് ശേഷം നമ്മൾ മീനിലോട്ട് പുരട്ടി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ മസാല. ഈ തേങ്ങ ചേർക്കുമ്പം അത് ചിക്കൻ ഫ്രൈക്ക് മാത്രമല്ല, അത് മീൻ ചേർത്താലും നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റാണ് കേട്ടോ. നല്ല സ്വാദായിരുന്നു കഴിക്കാനായിട്ട്. നല്ല മൊരിഞ്ഞ്, ഒരുപാടങ്ങ് മൊരിഞ്ഞ് പോവാതെ ഒരു മീഡിയം മൊരിവിലെടുത്തിട്ട് കഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഇത് നമ്മൾ പുരട്ടി പുരട്ടി വെച്ചിട്ട് നമ്മൾ ഒരു 5 മിനിറ്റോ, 5 വേണ്ട, ഒരു 10, 15 മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് എടുക്കുവാണെങ്കിൽ അതിലും സ്വാദായിരിക്കും കേട്ടോ. ഞാൻ പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുത്തത്. പക്ഷേ എങ്കിലും ടേസ്റ്റിനൊന്നും ഒരു ഇതും വന്നിട്ടില്ല. നല്ല ടേസ്റ്റായിരുന്നു. ഞാനിത് അപ്പം തന്നെ എടുത്ത് വറക്കാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് പക്ഷേ സീഡി ഇന്നലെ പോയപ്പോൾ വാങ്ങിച്ചതാണ്. അപ്പം നിങ്ങളുടെ അവിടെയൊക്കെ എന്താ പറയുന്നതെന്ന് പറയണേ. കുറിച്ചീന്നും പറയും, സീഡിന്നും പറയും. നിങ്ങളുടെ അവിടെ എന്താ പറയുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതാ ഞാൻ നല്ല രീതിയിൽ ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം മസാലയെല്ലാം ശരിക്ക് പിടിച്ച് ഈ ഒരു പരുവത്തിലെടുക്കുമ്പോൾ ഒരുപാട് മൊരിഞ്ഞ് പോയാൽ ആ മീനിൻ്റെ എല്ലാ സ്വാദും പോകും കേട്ടോ. അപ്പോൾ ഒരു മീഡിയം ഫ്രൈയിൽ വറുത്തെടുത്തിട്ട് നല്ല രീതിയിൽ
വറുത്ത് അതായത് മൊരിഞ്ഞു പോവാതെ എടുക്കാൻ അപ്പം ഇത് രണ്ടിന്റെയും കോമ്പിനേഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഒന്ന് കമന്റിലോട്ട് പറയണേ. അപ്പം ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പം ഈ മീൻ ഫ്രൈയുടെ റെസിപ്പിയും അതുപോലെ നമ്മുടെ സാദത്തിൻ്റെ റെസിപ്പിയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.